കാലുകളിൽ ചുളിവുകൾ വന്ന, കറുത്ത പാടുകൾ വന്ന കാലുകൾക്ക് പ്രായം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? മുഖത്തെ നമ്മൾ എത്രമാത്രം ഭംഗിയായിട്ട് കെയർ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് മുഖത്തിൻ്റെ ഭംഗി നിശ്ചയിക്കപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് കാലുകളെ എങ്ങനെ ഭംഗിയായിട്ട് കെയർ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയാണ് കാലുകളുടെ ഭംഗിയും നിലനിൽക്കുന്നത്. കാലുകളുടെ ഭംഗി നാച്ചുറലായിട്ട് എങ്ങനെ കൂട്ടാം? ഇതാണ് ഇന്നത്തെ വിഷയം. ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ. മനുഷ്യ ശരീരത്തിൽ ആദ്യമായിട്ട് പ്രായം ഫീൽ ചെയ്യുന്നത് കൈകളിലും കാലുകളിലും കണ്ണുകളുടെ താഴെയുമാണ്. കാലുകളിൽ ചുളിവുകൾ വരിക, കറുത്ത പാടുകൾ വരിക, അതുപോലെ കാലുകളുടെ സ്വാഭാവികമായ തിളക്കമൊക്കെ നഷ്ടപ്പെട്ടു പോവുക, അങ്ങനെ നമുക്ക് പ്രായം ഫീൽ ചെയ്യാൻ തുടങ്ങും. കൈകളിലും അങ്ങനെ തന്നെ, അതുപോലെ കണ്ണുകളുടെ താഴെയും അതുപോലെ തന്നെ. അപ്പോൾ ആ ഗ്ലോയൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോൾ നമുക്ക് പ്രായം ഫീൽ ചെയ്യാൻ തുടങ്ങും. നമ്മൾ പലപ്പോഴും മുഖത്തെ നല്ല ഭംഗിയായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷേ നമ്മുടെ കാലുകളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാലുകൾ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ കാലുകളിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ ചുളിവുകളും കറുത്ത പാടുകളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ കാലുകൾക്ക് ഒരുപാട് പ്രായമായി തുടങ്ങിയെന്ന്. നമ്മൾ സൗന്ദര്യത്തെ നമ്മൾ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകളെയും കാലുകളെയും നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. കാലുകളിൽ പ്രായം ഫീൽ ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമാണ് കാലുകളെ യഥാർത്ഥമായ രീതിയിൽ, ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്യാതിരിക്കുന്നത്. നമ്മൾ മുഖമൊക്കെ ക്ലീൻ ചെയ്യും, കൈകൾ ക്ലീൻ ചെയ്യുന്നു, ശരീരമൊക്കെ ക്ലീൻ ചെയ്യുന്നു. കാലുകളെയും ഇതുപോലെ തന്നെ ശരിയായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കാലുകളുടെ ഭംഗി നിലനിൽക്കും. രണ്ടാമത്, സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആയി പോകുന്നതാണ്. ഈ ഡ്രൈ ആയി കഴിയുമ്പോൾ ക്രാക്ക് വരാൻ തുടങ്ങുന്നു, കറുത്ത പാടുകൾ വരാൻ തുടങ്ങുന്നു. അതിനെ ശരിയായ രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത് ശരിയായ രീതിയിൽ കാലുകൾ മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നാലും കാലുകളിലെ ഭംഗി പോകും, കാലുകൾക്ക് പ്രായം ഫീൽ ചെയ്യാൻ തുടങ്ങും. അതുപോലെ മറ്റൊരു കാരണമാണ് സൺലൈറ്റ് കാലുകളിൽ അടിക്കുന്നത്. സൺലൈറ്റിലുള്ള UV റേസ് നമ്മുടെ കാലുകളിലേക്ക് അടിക്കുമ്പോൾ അത് പാടുകൾ ഉണ്ടാകുന്നതിനും ചുളിഞ്ഞു പോകുന്നതിനും കാലുകളിൻ്റെ സ്വാഭാവികമായ ഭംഗിയൊക്കെ നശിച്ചു പോകുന്നതിനും ഒക്കെ കാരണമാകും. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കാലുകളിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എത്ര ആളുകൾ സൺസ്ക്രീൻ കാലുകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്? നമ്മൾ മുഖത്തും ഒക്കെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. എന്നാൽ നമ്മൾ കാലുകളിലും കൈകളിലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്താൽ നമ്മുടെ പ്രത്യേകിച്ച് സൺ ടാൻ ഉണ്ടാകാതിരിക്കുന്നതിനും കറുത്ത പാടുകൾ ഒന്നും വരാതിരിക്കുന്നതിനും അതുപോലെ തന്നെ കാലുകളുടെ ഭംഗിയും സൗന്ദര്യവും ഒക്കെ നിലനിർത്തുന്നതിനും ഒക്കെ നമുക്ക് സൺസ്ക്രീൻ കൈകളിലും കാലുകളിലും ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ മറ്റൊന്നാണ് ബാഡ് ഡയറ്റ്, ശരിയായ രീതിയിൽ വെള്ളം കുടിക്കാതിരിക്കുന്നത്. ഇതൊക്കെ ഓരോരോ കാരണങ്ങളാണ്. അതുപോലെ കാലുകളിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതിരിക്കുന്നത്. ശരിയായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷനും ഇല്ലെങ്കിലും കാലുകളുടെ സ്വാഭാവികമായ ഭംഗിയൊക്കെ നശിച്ചു പോകും. ഇനി കാലുകൾ എങ്ങനെ നമുക്ക് കൂടുതൽ ഭംഗിയാക്കാൻ പറ്റുമെന്ന് അതിനുള്ള ഒരു 7 ടിപ്പുകളാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പറയുന്നത്. കാലുകളുടെ ഗ്ലോ കൂട്ടാൻ, കാലുകളുടെ ഭംഗി കൂട്ടാൻ, കറുപ്പ് മാറ്റാൻ, അങ്ങനെ കാലുകളെ മൊത്തത്തിൽ നല്ല ഭംഗിയാക്കി തീർക്കാൻ പറ്റുന്ന 7 മനോഹരമായ നാച്ചുറൽ ടിപ്പുകൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. കാലുകളുടെ ഭംഗി കൂട്ടാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാലുകളിൽ നിന്ന് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ മുഖത്തായാലും ശരീരത്തിൽ എവിടെയായി കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ ഗ്ലോ പോകുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ഡെഡ് സ്കിൻ അടിഞ്ഞുകൂടുന്നതാണ്. പലപ്പോഴും 2-3 ലെയറായിട്ടൊക്കെ ഡെഡ് സ്കിന്നുകൾ അടിഞ്ഞുകൂടുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള തിളക്കം നഷ്ടപ്പെടാൻ തുടങ്ങും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കാലുകളിൽ നിന്ന് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യുക. അതിന് നാച്ചുറലായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഒരല്പം കോക്കനട്ട് ഓയിൽ എടുക്കുക, അതിലേക്ക് അല്പം ഷുഗറും കോഫി പൗഡറും കൂടി മിക്സ് ചെയ്യുക, കാലുകളിൽ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് സമയത്തോളം നമ്മൾ സ്ക്രബ് ചെയ്യുക. ഒരിക്കലും നമ്മൾ കാലുകളെ ഇത് ഉരച്ച് പൊട്ടിക്കുകയൊന്നും വേണ്ട, പതുക്കെ സ്ക്രബ് ചെയ്യുക. അങ്ങനെ എല്ലാ ഡെഡ് സ്കിന്നുകളും റിമൂവ് ആവുക. അങ്ങനെ റിമൂവ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ഭംഗിയും സൗന്ദര്യമൊക്കെ വന്നതായിട്ട് നമുക്ക് തോന്നും. ഇനി ഈ കോക്കനട്ട് ഓയിലും ഇതുപോലെ ഇത് മിക്സ് ചെയ്തിട്ടുള്ള ഈ സ്ക്രബിങ് കോമ്പൗണ്ട് ഒരു 5-10 മിനിറ്റ് നമ്മുടെ കാലുകളിൽ ഇരിക്കുന്നത് കൂടുതൽ ഗ്ലോ കൂട്ടുന്നതിന് നല്ലതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരല്പം കടലമാവിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം തൈര് കൂടി മിക്സ് ചെയ്യുക. അല്പം കടലമാവ് ഒരു ബൗളിലെടുക്കുക, അല്പം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുക, അല്പം തൈര് കൂടി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കാലുകളിൽ തേച്ച് പിടിപ്പിക്കുക.
കാലുകളിൽ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം അതൊന്ന് വലിഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ലെയർ കൂടി നമ്മൾ തേച്ച് പിടിപ്പിക്കുക. അതിന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് കഴുകിക്കളയുക. അങ്ങനെ കഴുകിക്കളഞ്ഞ് കഴിയുമ്പോൾ ആ ഗ്ലോ എല്ലാം 1 by 1 ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സ്ക്രബ് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്ക്രബ് ഒരു 2 പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മൾ ആഴ്ചയിൽ സ്ക്രബ് ചെയ്യേണ്ട. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ സാധനം ഈ പേസ്റ്റ് പോലെ നമ്മൾ ഈ കടലമാവും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് ഇത് ആഴ്ചയിൽ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുക. അങ്ങനെ ഒരു 2 ആഴ്ച ചെയ്താൽ മതി. നമ്മളുടെ കാലുകളുടെ ഗ്ലോ കൂടി വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രാത്രി സമയങ്ങളിൽ കാല് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഒന്നുപോലെ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ അലോവേര ജെല്ല് നമ്മളെടുത്ത് നമ്മുടെ കാലുകളിൽ അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ കാലുകളിൽ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുക. രാവിലെ കഴുകിക്കളഞ്ഞാൽ മതി. നമ്മുടെ കാലുകളുടെ സ്വാഭാവികമായ ഒരു തിളക്കമുണ്ട്, സ്വാഭാവികമായ ഭംഗി. നമുക്ക് പണ്ട് എത്രമാത്രം ഭംഗിയോട് കൂടിയിട്ടാണ് നമ്മുടെ കാലുകളിരുന്നത്, അതേ ഒരു രീതിയിലേക്ക് നമ്മളുടെ കാലുകൾ തിരിച്ചു വരുന്നതും അങ്ങനെ നമ്മുടെ കാലുകളുടെ പ്രായം കാഴ്ചയിൽ കുറഞ്ഞു വരുന്നതും നമുക്ക് കാണാം. നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പുറത്തു പോകുമ്പോൾ കാലുകളിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിന് ശേഷം രാത്രി അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് വരുമ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കളയുകയും ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴും നമ്മുടെ കാലിന് സ്വാഭാവികമായിട്ടുള്ള ഒരു ഭംഗി തിരിച്ചു വരുന്നത് കാണാം. നമ്മൾ ഈ കാലുകളെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് കാലായാലും കൈയായാലും ശരീരമായാലും എങ്ങനെ എത്രമാത്രം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഭംഗി നിലനിൽക്കുന്നത്. നമ്മുടെ മുഖത്ത് സൗന്ദര്യം ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് മൊത്തത്തിൽ സൗന്ദര്യം ഉണ്ടാകുന്നില്ല. മറിച്ച് നമ്മുടെ ശരീരത്തിലും കൈകളിലും കാലുകളിൽ എല്ലാം യുവത്വവും ഭംഗിയും സൗന്ദര്യവും എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മൾ ഓവറോൾ സൗന്ദര്യം ഉണ്ടാകുന്നത്. അഞ്ചാമതായിട്ട് നമ്മുടെ കാലുകളിൽ നമ്മൾ ഹെയർ റിമൂവ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ നല്ലൊരു ഷേവിങ് ജെല്ല് എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഹെയർ റിമൂവ് ചെയ്ത് കളയുക. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ കൂടി നമ്മൾ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ അത് കറുത്ത പാടുകൾ ഉണ്ടാകുന്നതിനും ഗ്ലോ പോകുന്നതിനും ഒക്കെ കാരണമാകും. പലപ്പോഴും പലരും ചെയ്യുന്നത് റോങ് ആയ രീതിയിലാണ്. അങ്ങനെ റോങ് ആയ രീതിയിൽ നമ്മൾ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കാലുകളുടെ സ്വാഭാവികമായ ഭംഗിയും സൗന്ദര്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ശരിയായ രീതിയിൽ എന്തും ചെയ്യുക. ആറാമത്തെ കാര്യം, ഡയറ്റും വെള്ളം കുടിക്കലും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്ക് വെള്ളം എന്ന് പറയുന്നത് സൗന്ദര്യവും സ്കിന്നുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയായ അളവിൽ നമ്മൾ വെള്ളം കുടിക്കണം. ഇപ്പോൾ ഒരാൾ 1/2 ലിറ്റർ വെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ അയാൾക്ക് ഓക്കെ ആണെന്ന് കരുതി നമ്മൾ 1 ലിറ്റർ കുടിച്ചാൽ ഓക്കെ ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. മറിച്ച് 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ള അളവിൽ വെള്ളം കുടിക്കുക. വെള്ളം ശരിയായ രീതിയിൽ കുടിച്ചാൽ സ്കിന്നുകൾക്ക് ഭംഗി വരും. കാരണം ഈ വെള്ളം കുടിക്കൽ കുറയും തോറും നമ്മുടെ സ്കിൻ ഡ്രൈ ആവാൻ തുടങ്ങും, സ്കിൻ്റെ റിങ്കിൾസുകൾ വരാൻ തുടങ്ങും. അതിന് എന്ത് ക്രീം തേച്ചതുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വെള്ളത്തിന് വെള്ളം തന്നെയാണ് ശരിയായ മരുന്ന്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ശരിയായ രീതിയിൽ കുടിക്കുക. മറ്റൊന്ന് ഡയറ്റ്. നമ്മുടെ ഡയറ്റിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് കഴിക്കുക. ഞാൻ പറയല്ലോ, ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചാൽ മാത്രമേ നമുക്ക് യുവത്വത്തോടു കൂടി നമ്മുടെ ശരീരമോ മുഖമോ കൈകളോ കാലുകളോ ഒക്കെ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നന്നായിട്ട് കഴിക്കുക. ഈ വെജിറ്റബിൾസ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് കഴിച്ചോ, അതോടൊപ്പം തന്നെ ഗ്രീൻ സലാഡ് കഴിക്കുന്നത് എന്നും നല്ലതാണ്. പറ്റുകയാണെങ്കിൽ തക്കാളിയും കുക്കുംബറും ഒക്കെ നമ്മൾ പച്ചയ്ക്ക് കഴിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കം കൂട്ടും, ഭംഗി കൂട്ടും. അതുപോലെ കുക്കുംബറിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശമുണ്ട്. അത് നമ്മളുടെ സ്കിന്നുകളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കും. പറ്റുകയാണെങ്കിൽ ഫ്രൂട്ട്സുകളിൽ പോമിഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാതളം നന്നായിട്ട് കഴിക്കുക. എല്ലാ ദിവസവും ഒരെണ്ണം വെച്ച് കഴിച്ചാൽ തന്നെ നിങ്ങളുടെ മുഖവും കൈകളും കാലുകളും എല്ലാം കൂടുതൽ കൂടുതൽ ഭംഗിയിലേക്ക് തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. അടുത്തതായിട്ടുള്ള 7ാമത്തെ മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാലുകളിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നുള്ളതാണ്. നമ്മൾ എത്ര പേര് ഒരു എക്സർസൈസ് ഉണ്ട്, എത്ര പേര് നന്നായിട്ട് നടക്കുന്നുണ്ട്. നമ്മളൊക്കെ ജോലി സ്ഥലങ്ങളിൽ ഇരിക്കുന്നു, ജോലി ചെയ്യുന്നു, അതോടൊപ്പം തന്നെ വീട്ടിൽ വരുന്നു, ടി വി കാണുന്നു. നമ്മൾ എത്ര ആളുകൾ നമ്മൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാലിനൊരു എക്സർസൈസ് ഉണ്ട്. കാലിനൊരു എക്സർസൈസ് ഇല്ല, കാലുകളിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല എങ്കിൽ കാലുകളുടെ സ്വാഭാവികമായ ഭംഗി നശിച്ചു പോകും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെരുപ്പിടാതെ
കുറച്ചൊരു 5-10 മിനിറ്റ് സമയമെങ്കിലും നിങ്ങളൊന്ന് നടക്കുക. അപ്പോൾ പലരും ചോദിക്കും, ചെരുപ്പിടാതെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളുന്ന ഒരു സ്ഥലങ്ങളിൽ, വെയിൽ ധാരാളമായിട്ട് അടിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ നിങ്ങൾ ചെരുപ്പില്ലാതെ നടന്നോ? ഒരു കുഴപ്പമില്ല, ഒരണുക്കളുമില്ല. നിങ്ങൾ ചെരുപ്പിടാതെ ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് ഡെയിലി നടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാലുകളിൽ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും. കാലുകളുടെ ഭംഗി തിരിച്ചു വരുന്നതും നിങ്ങൾക്ക് കാണാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു എക്സർസൈസ് നിങ്ങളുടെ കാലുകൾക്കുണ്ടാവുക, കാലുകളുടെ ഭംഗി എന്നും നിലനിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. കാരണം പലപ്പോഴും നമ്മളൊക്കെ ഈ ഫേസിന് സൗന്ദര്യം കൂട്ടുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ്, ഈ കാണുന്ന ഭാഗങ്ങളിൽ മാത്രം സൗന്ദര്യം കൂട്ടാനാണ് നമുക്ക് താല്പര്യം. പക്ഷേ നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക, കാലുകളുടെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കാലുകളിലേക്ക് നോക്കിയാൽ പ്രായമറിയാം. കാലുകളുടെ ഭംഗി ഇല്ല എങ്കിൽ നമ്മളുടെ മൊത്തത്തിലുള്ള സൗന്ദര്യം നശിച്ചു പോകുന്നതും, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സൗന്ദര്യത്തിന് അതൊരു മൈനസ് മാർക്കാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ പറയുന്ന എല്ലാ സൗന്ദര്യത്തെ ബേസ്ഡ് ആണല്ലോ. ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഘടകങ്ങളും ഒത്തുവരുമ്പോഴാണ് ശരിക്കും സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ എല്ലാവർക്കും നല്ല ഭംഗിയുള്ള കാലുകളും നല്ല ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചോക്കോ.